അഗ്നിഷിക. രചന മഹിമ പത്മൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. അമ്പലമണികളുടെ അകമ്പടിയോടുകൂടി ശ്രീകോവിലിന്റെ നട തുറന്ന് ശിഖാവുടെ നിർജീവമായ മിഴികൾ ഉയർത്തി ആ തിരുനടയിലേക്ക് നോക്കി. കോവളത്തിലമാലയും നീലശംഖ് പുഷ്പമാലയും ധരിച്ച് കെടാവിളക്കിന്റെ ശോഭയിൽ ഒരു സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന മഹാദേവന്റെ പ്രതിരൂപമായ ശിവലിംഗത്തിലേക്ക് അവൾ കണ്ണിമച്ചിമ്മാതെ നോക്കി നിന്നു. എന്തൊരു ഐശ്വര്യ! സാക്ഷാൽ ശിവനും പാർവതിയും പോലെ. തൊട്ടടുത്തായി ആരുടെയോ അടക്കിപ്പിടിച്ച് സംസാരം കേട്ടതും അവളുടെ ആ നിർജീവമായ മിഴികളിൽ നീർപ്പൊടിഞ്ഞു. യാന്ത്രികമായി അവളുടെ വലം കൈ അവളുടെ മാറിൽ ചേർന്ന് മയങ്ങുന്ന ധ്രുവ് എന്ന പേര് കുത്തിയ ആലിലെ താലിയിൽ മുറുകി. അവൾ മെല്ലെ തലചരിച്ച് തന്റെ വാമഭാഗത്തായി നിൽക്കുന്നവനെയും നോക്കി. കൂട്ടുകാരെന്തോ കളി തമാശകൾ പറഞ്ഞുകൊണ്ട് പരിസരം മറന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അവൻ. അവൾ ഇന്നൊരാൾ അവിടെ ഉള്ളതായി പോലും അവൻ ഭാവിക്കുന്നില്ല. എന്നാൽ അവന്റെ ആ പ്രവൃത്തിയിൽ അവൾക്കും ഭാവഭേദങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്ത് ഐശ്വര്യമുള്ള ഒരു കൊച്ച്! പക്ഷെ നല്ലൊരു ദിവസമായിട്ട് ഇതെന്താ ഇങ്ങനെ? ഒരു ചിരിയൂല, പ്രസരിപ്പൂല്ല. അതിന്റെ കല്യാണം തന്നെയല്ലേ ഇവിടെ നടക്കുന്നേ? ആ, അപ്പൊ നിനക്ക് കാര്യമൊന്നും അറിയത്തില്ലേടി കൊച്ചേ. അതിന് സുഖമില്ലാത്തതാ, മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെയാ നാട്ടുകാർ പറയുന്നേ. വീണ്ടും ഏതോ രണ്ട് സ്ത്രീകളുടെ അടക്കി പിടിച്ച് സംസാരം കേട്ടതും അവളുടെ ആ നീര് പൊടിഞ്ഞ നിർജീവമായ കണ്ണുകളൊന്ന് വിടർന്നു. ഒപ്പം അവളുടെ ചുണ്ടിൽ നേർത്ത ഒരു പുഞ്ചിരിയും വിരിഞ്ഞു. ഷിക. ആ ഗാംഭീര്യമേറിയ ശബ്ദം കാതിലേക്ക് തുളസി കയറിയതും അവളുടെ കാലുകൾ ആരോ പിടിച്ചു കിട്ടിയതുപോലെ നിശ്ചലമായി. ആ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. സമൃദ്ധമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചുവന്ന വാഗമരത്തിന് ചുവട്ടിലായി തീക്ഷ്ണ നിറഞ്ഞ മിഴികളിൽ ഒരു കടലോളം പ്രണയം ഒളിപ്പിച്ചുകൊണ്ട് ചുണ്ടിൽ നേരിയ മന്ദഹാസത്തോടെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവനെ കാണെ അവളുടെ മൂക്കിൻ തുമ്പ് പോലും ദേഷ്യത്താൽ വിറച്ചുപോയി. ഷിക, ഞാൻ... അവളുടെ നോട്ടം തന്നെ നേർക്ക് പതിഞ്ഞെന്ന് കണ്ടതും അവൻ ചിരിയോടെ എന്തോ പറഞ്ഞു. എന്നാൽ അവനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൾ ദേഷ്യത്തോടെ അവന്റെ നേർക്ക് തന്റെ വലത് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ചേട്ടാ. എന്റെ തീരുമാനത്തിലൊരു മാറ്റമില്ല. അന്ന് പറഞ്ഞ തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ. പഠിക്കാനാണ് ഞാൻ ഇവിടെ വരുന്നത്. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. ദേഷ്യത്തോടെ തുടങ്ങിയ വാക്കുകളിൽ അവസാന ഇടർച്ച സംഭവിച്ചു. അവന് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് അപേക്ഷാസ്വരത്തിൽ അവൾ പറഞ്ഞു നിർത്തി. നിറമിഴികളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൾ വേഗം തന്നെ തിരിഞ്ഞു നടന്നു. എന്ത് പണിയാ നീ കാണിച്ചേ? പുസ്തകം വായിക്കായിരുന്ന ശിഖ തന്റെ ഉറ്റ സുഹൃത്തായ കീർത്തി എന്ന കിച്ചുവിന്റെ ചോദ്യം കേട്ടതും കാര്യം മനസ്സിലാവാതെ പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ സംശയത്തോടെ നോക്കി. ഇന്ന് ഞാൻ ധ്രുവച്ചേട്ടനോട് പറഞ്ഞതേ. ഷിഖയുടെ സംശയം നിറഞ്ഞ നോട്ടം കണ്ടതും കിച്ചു തന്റെ കൈവിരലുകൾ കോർത്തു വലിച്ചുകൊണ്ട് വല്ലായ്മയോടെ പറഞ്ഞു. അതിനു മറുപടി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം ഷിഖ വീണ്ടും തന്റെ മുന്നിലിരിക്കുന്ന പുസ്തകത്തിലേക്ക് നോട്ടം തെറ്റിച്ചു. ഞാൻ നിന്നോടായി സംസാരിക്കുന്നത്. ഷിഖയുടെ മൗനം കാണെ അവൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് തെല്ല് ഗൗരവത്തോടെ കിച്ചു അവളോടായി പറഞ്ഞു. നീ എന്തിനാ ശിഖൂട്ട അങ്ങനെ പറഞ്ഞേ? എത്ര നാളെ ധ്രുവച്ചേട്ടൻ നിന്റെ പിന്നാലെങ്ങനെ നടക്കുന്നു? അത് നിന്നോടുള്ള പ്രണയം കൊണ്ടാണെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാം. അതെല്ലാം പോട്ടെ, നീയും പ്രണയിക്കുന്നില്ല ധ്രുവച്ചേട്ടനെ. എന്നിട്ടും എന്തിനാണ് രണ്ടാളും ഇങ്ങനെ വീർപ്പൂട്ടിൽ അനുഭവിക്കുന്നത്? തുറന്നു പറഞ്ഞൂടെ നിനക്ക്? ധ്രുവച്ചേട്ടൻ നിന്റെ പ്രാണനാണെന്ന്. അവളുടെ കൈകൾ രണ്ടും തന്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ കിച്ചു ചോദിച്ചു. ശിഖയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, സാഹചര്യം കൊണ്ടല്ലേ. നിനക്കറിയാലോ കിച്ചു, എൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഓർമ്മകളിൽ പോലും ആ വാക്കിനൊരു മുഖം. പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ സജലമായിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും കിച്ചു ശിഖയുടെ കൈകൾ ഒന്നുകൂടി തന്റെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു. എന്നെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു പോയതാ എൻ്റെ അമ്മ. അന്നു മുതൽ ഈ നിമിഷം വരെ ഞാൻ ഇന്നൊരു ലോകത്ത് മാത്രമായി ചുരുങ്ങിപ്പോയൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. പ്രാണനെ പോലെ, സ്വന്തം ജീവനേക്കാളേറെ, ഒരു രത്നം പോലെ കൈക്കൊമ്പിളിൽ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന അമ്മയെ ദൈവം ഒരു കനിവും കൂടെ അച്ഛനിൽ നിന്ന് തട്ടിയെടുത്തപ്പോൾ ആ മനുഷ്യൻ അമ്മയുടെ അരിയിലേക്ക് പോവാതിരുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. കണ്ണീരിൻ്റെ അകമ്പടിയോടുകൂടി ശിഖ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചു ശിഖയെ തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചിരുന്നു. ഇതെല്ലാം എനിക്കറിയാടാ. പക്ഷേ ഇന്ന് ധ്രുവച്ചേട്ടൻ്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ, നിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാടി, വിട്ടേക്ക്. ആളുടെ പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് കിച്ചു വിഷമത്തോടെ പറഞ്ഞു. ശിഖ ഉള്ളിൽ നിന്ന് നടന്നു മാറി നേരെയിരുന്നു. എനിക്കും ആഗ്രഹമുണ്ട് കിച്ചു, ധ്രുവേട്ടൻ്റെ കൈ പിടിച്ച് നടക്കാനും വാത്തോരാതെ ഒത്തിരി നേരെ ഒന്ന് സംസാരിക്കാനും ആ നെഞ്ചോട് ചേർന്ന് നിൽക്കാനും. പക്ഷേ ഇപ്പം അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ധ്രുവേട്ടനോട് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞാലും ഒരിക്കലും ഏട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല ബാധിയായി ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പം എനിക്ക് സാധിക്കില്ല. നിനക്കറിയാലോ കിച്ചോ, അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി. 2 അറ്റാക്ക് കഴിഞ്ഞു. ഇനി ഒന്നുകൂടി. എത്രയെന്ന് വെച്ചാൽ കിച്ചു അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരു ജോലി. അത് കഴിഞ്ഞാൽ മറ്റെന്തുള്ളൂ. കവിളിലേക്ക് ഒഴുകിയിറങ്ങുന്ന മിഴിനീർ വാശിയോടെ തുടച്ചു നീക്കിക്കൊണ്ട് ഉറപ്പോടെ ശിഖ പറഞ്ഞു. അവളിലെ മകളെ ഓർത്ത് കിച്ചുവിന് അവളോട് ബഹുമാനം തോന്നി. നിന്റെ തീരുമാനം നല്ലതാണ്.
പക്ഷെ ധ്രുവ് ചേട്ടനോട് ഇതെല്ലാം തുറന്നു പറഞ്ഞൂടെ? ചേട്ടൻ നല്ലവനാ, നിന്നെ മനസ്സിലാവും ചേട്ടന്. കിച്ചു പറഞ്ഞു. ശിഖ അവളെ നോക്കി ചെറുചിരിയോടെ പറഞ്ഞു തുടങ്ങി. ധ്രുവേട്ടൻ നല്ലവനാണെന്ന് എനിക്കും അറിയാൻ കിച്ചു. അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മകന് ഒരു ബസ് ഡ്രൈവറുടെ മകൾ ഇത്രയാണ്ട് സ്നേഹിക്കാൻ സാധിക്കുമോ? അതുകൂടാതെ ഇത്രയും ആരാധികമാരുള്ള ഒരു കോളേജ് ഹീറോക്ക് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ പുറകെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം എനിക്കറിയാൻ കിച്ചു. പക്ഷേ എന്തോ എന്നെ പിന്നിലേക്ക് വലിക്കുന്നു. ഇപ്പം എൻ്റെ പ്രണയം ധ്രുവേട്ട അറിയണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ പറഞ്ഞില്ല നിന്നോട്, ഇപ്പം മറ്റൊന്നിനേക്കാൾ എനിക്ക് പ്രധാനം അച്ഛനാ, ഒരു ജോലിയാണ്. പുസ്തകത്തിന്റെ പുറംചട്ടയിൽ കൂടി വിരലോടിച്ചുകൊണ്ട് ഷീക പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പതിഞ്ഞതെങ്കിലും അവളുടെ വാക്കുകളിലെ ദൃഢത മനസ്സിലായതും കിച്ചു പിന്നെ ഒന്നും അവളോട് പറയാൻ മുതിർന്നില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തിൽക്കാതെ അതിവേഗം മുന്നോട്ട് കുതിച്ചു. ഷികയും കിച്ചു ഇപ്പോൾ ഡിഗ്രി അവസാന വർഷമാണ്, ധ്രുവ് PG അവസാന വർഷവും. അന്നത്തെ ആ സമ്പത്തിന് ശേഷം ധ്രുവ് ശിഖയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. അവന്റെ ആ പ്രവൃത്തി അവളിൽ വേദന നിറച്ചുവെങ്കിലും താൻ കാരണമാണ് അവന്റെ ഈ മാറ്റം എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ആ വേദനയെ ഒരു പുഞ്ചിരിയാൽ മറച്ചു പിടിച്ചു. വരാന്തയിൽ കൂടി കൈവിരൽ കോർത്തു വലിച്ചുകൊണ്ട് വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് കാറ്റുപോലെ എന്തോന്ന് പാഞ്ഞു എന്ന് കിച്ചുവിനെ പുണരുന്നു. ആദ്യത്തെ പകപ്പ് വിട്ടുമാറിയതും കിച്ചു തന്നോട് ചേർന്ന് നിൽക്കുന്നവളിലേക്ക് മിഴികൾ പായിച്ചു. ശിവട്ട എന്താടാ, എന്തു പറ്റി? ഷികയെ തന്നിൽ നടത്തി മാറ്റിക്കൊണ്ട് കിച്ചു ആകുലതയോട് ചോദിച്ചു. എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി കിച്ചുട്ടാ. പിന്നെ കമ്പനിക്കാർ തന്നെ എന്റെ തുടർപഠനത്തിന് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ടതും കിച്ചുവിന്റെ മുഖവും സന്തോഷത്താൽ വിടർന്നു. ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ, പിന്നെ എന്റെ ധ്രുവേട്ടനോടും പറയണം എല്ലാം. സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചെറുചിരിയോടെ എന്നാൽ ഇടർച്ചയോടെ പറയുന്നവളെ കണ്ടതും കിച്ചുവിന്റെ ചുണ്ടിലെ കള്ളച്ചിരി വിരിഞ്ഞു. എന്തോ എങ്ങനെ കേട്ടില്ല, ആരുടെ ധ്രുവേട്ടൻ? കിച്ചോളെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഷികയുടെ മുഖം നാണത്താൽ കുനിഞ്ഞുപോയി. എന്റെ ശികൂട്ടന് നാണോ? ആളുടെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് കിച്ചു ചോദിച്ചു. ഷികയുടെ കവിളുകൾ ചെമ്പട്ട് പോലെ ചുവന്നു പോയി. കീർത്തി ശങ്കർ വീണു ഷിക എന്തോ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങുമ്പോഴാണ് കിച്ചുവിന്റെ പേര് ഇന്റർവ്യൂ നടക്കുന്ന റൂമിൽ നിന്നും വിളിക്കുന്നത്. അയ്യോ അത് ഞാനാണല്ലോ, ബാക്കി ഞാൻ വന്നിട്ട് പറയാമേ. ഷികയുടെ കവിളിൽ കളിയായി പീച്ചി വലിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞ് കിച്ചു വേഗം ഇന്റർവ്യൂ നടക്കുന്ന റൂം ലക്ഷ്യമാക്കി നടന്നു. അവൾ പോകുന്ന ഒരു ചെറുചിരിയോടെ നോക്കി നിന്ന ശേഷം അച്ഛനെ വിളിക്കാനായി ഷിക അവളുടെ ബാഗിൽ നിന്നും ഫോൺ എടുത്തു. എന്നാൽ അൺനോൺ നമ്പറിൽ നിന്ന് കുറെ മിസ്ഡ് കോൾസ് വന്നു കിടക്കുന്ന കണ്ടതും അവളുടെ കണ്ണുകൾ സംശയത്താൽ കൂർത്തു. തൊട്ടടുത്ത നിമിഷം അതേ നമ്പറിൽ നിന്ന് തന്നെ അവൾക്ക് കോൾ വന്നു. കുറച്ചുനേരം ഫോണിലേക്ക് തന്നെ സംശയത്തോടെ ഉറ്റുനോക്കിയതിനു ശേഷം കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. അവളൊരു ഹലോ പറയും മുന്നേ തന്നെ മറുതൽക്കൽ നിന്ന് ആരോ എന്തോ പറഞ്ഞു. മറുവശത്ത് നിന്നും കേട്ട വാർത്തയിൽ അവളുടെ മിഴികൾ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞൊഴുകി. അവൾ വേഗം തന്നെ കോൾ ഡിസ്കണക്ട് ചെയ്ത് ബാഗ് മാറോട് അടച്ചു പിടിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഓടി. ഞാൻ മാധവേട്ടൻ്റെ കൂടെ ബസ്സിലുള്ള മോളെ, അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന, ഇവിടെ ജനറൽ ഹോസ്പിറ്റലില്. കാലുള്ള അതിവേഗം മുന്നോട്ട് പായുമ്പോഴും അവളുടെ കാതിൽ ഫോണിൽ കൂടി കേട്ട ഈ വാക്കുകൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. പരിസരബോധം നഷ്ടപ്പെട്ടവളെ പോലെ റോഡിലേക്ക് അവൾ ഓടിയിറങ്ങിയതും അവൾ തൊട്ടിലെന്ന രീതിയിൽ ഒരു കാറ് സഡൻ ബ്രേക്ക് ഇട്ടുന്ന ഒരുമിച്ചാണ്. അവൾ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവിടെ തന്നെ തറഞ്ഞു നിന്നു. എന്നാൽ കാറിന്റെ ഹോൺ ശബ്ദം കേട്ടതും അവൾ വിറച്ചുകൊണ്ട് തന്നെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ വലിച്ചു തുറന്നുകൊണ്ട് തലചരിച്ച് നോക്കി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ധ്രുവിനെ കണ്ടതും അവളുടെ കരഞ്ഞിളന്ന കണ്ണുകൾ ആശ്വാസത്താലൊന്ന് വിടർന്നു. പെട്ടെന്ന് അച്ഛന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവൾ ഞെട്ടിപ്പിടിഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. എന്നാൽ വാക്കുകൾക്കൊപ്പം കരച്ചിൽ ചീളുകളും കൂടി പുറത്തേക്ക് തെറിക്കുന്നതിനാൽ അവളുടെ വാക്കുകൾ അവ്യക്തമായി. കയറുഷിക പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. മറുത്തൊന്നും പറയാതെ അവൾ വേഗം തന്നെ കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. വണ്ടി എവിടെയോ നിർത്തിയെന്ന് മനസ്സിലായതും കൈകൾ കൂപ്പി ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരുന്ന ശിഖ ഉള്ളം കൈയാൽ തന്നെ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വരുന്ന വഴിയിൽ ഒരുവിധം തന്നെ കരച്ചിൽ ചീളുകൾ അടക്കി പിടിച്ചുകൊണ്ട് അവൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഏട്ടാ ഇതെവിടെയാ? എന്നാൽ പുറത്തേക്ക് ഇറങ്ങി മുന്നിലേക്ക് നോക്കിയ ശിഖ താൻ വന്നിരിക്കുന്ന ആശുപത്രിയിലേക്കല്ലെന്നറിയവേ ഞെട്ടിലോട് അവനോടായി ചോദിച്ചു. അപ്പോഴേക്ക് അവൻ കാർ ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഏട്ടാ അച്ഛൻ? താൻ പറഞ്ഞൊന്നും കേൾക്കാത്ത ഭാഗത്തിൽ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ധ്രുവിനെ കാണെ അവൾ കണ്ണീരോടെ പറഞ്ഞു. എന്നാൽ അവൾ പറയുന്നൊന്നും കേട്ട ഭാവം നടിക്കാതെ അവളുടെ കൈ തണ്ടയിൽ തന്റെ വലത് കൈ മുറുക്കിക്കൊണ്ട് അവൻ അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, വാ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അവനിൽ നിന്നും മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവളുടെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. ആ നിമിഷം അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവന്റെ കറങ്ങിച്ചു വന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഭയന്ന് കിളിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കൈപ്പിടിയിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചു. ഏട്ടാ എന്താ? ഭയത്താൽ തൊണ്ടക്കുഴിയിൽ ഞെരിഞ്ഞമർന്ന വാക്കുകൾ ഒരുവിധം പെറുക്കി കൂട്ടിക്കൊണ്ട് അവൾ എന്തോ പറയാൻ ശ്രമിച്ചതും അവളിലുള്ള അവന്റെ കൈയുടെ മുറുക്കം കൂടി.
അതിന്റെ ഫലമായി അവൾ വേദനയാൽ ഉറക്കെ കരഞ്ഞുപോയി. കിടന്ന് കാണാതെ ഇങ്ങോട്ട് വാടി. ആളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ അസ്വസ്ഥതയോടെ അലറി. അവന്റെ കൈപ്പിടിയിൽ നിന്ന് അവൾ കുതിരി മാറാൻ ശ്രമിച്ചതും അവന്റെ ദേഷ്യം വർദ്ധിച്ചു. അതിന്റെ ഫലമായി അവന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. പ്രതീക്ഷിക്കാതെയായതിനാൽ അവൾ കവിളിൽ കൈ ചേർത്തുകൊണ്ട് പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി. എന്നാൽ അതേ നിമിഷം തന്നെ അവൻ അവളെ ബലമായി പിടിച്ചു വലിച്ച് തന്റെ തോളിലേക്ക് എടുത്തിട്ടിരുന്നു. അവനെ ആ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ ഞെട്ടിവറച്ച് പോയെങ്കിലും ആദ്യത്തെ പകപ്പ് വിട്ടുമാറിയതും അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവന്റെ കൈപ്പിടിയിൽ കിടന്ന് കുതിരാൻ ആരംഭിച്ചു. എന്നാൽ അവന്റെ ബലിഷ്ഠമായ കൈകൾ അവളെ വേദനിപ്പിക്കും വിധം അവളെ വരിഞ്ഞു മുറുക്കി. അവളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അവൻ അവളുമായി ആ വീട്ടിലേക്ക് കയറി. ഹാളിലായി കണ്ട സോഫയിലേക്ക് അവളെ എടുത്തിട്ടു. ഏട്ടാ ഞാൻ അവൻ എറിഞ്ഞതിന്റെ ശക്തിയിൽ സോഫയുടെ അറ്റത്തായി അവളുടെ നെറ്റിയിൽ നിടിച്ചു. പക്ഷെ ആ വേദനയൊന്നും കാര്യമാക്കാതെ അവൾ സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടെന്തോ പറയാൻ തുടങ്ങി. പക്ഷെ അവിടെ ആ നീക്കത്തെ തടഞ്ഞുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. അവൾ വിറച്ചുകൊണ്ട് ദയനീയമായി അവനെ നോക്കി. അവന്റെ ചുവന്ന് കുറുകിയ മിഴികൾ കണ്ടതും ഭയത്താൽ അവളുടെ ശരീരം ഒന്നാകെ വിറവുകൊണ്ടു. ഏട്ടാ അവൾ കണ്ണീരോടെ എന്തോ പറയാൻ തുനിഞ്ഞതും അവളുടെ അധരങ്ങളിൽ വേദനിപ്പിക്കും വിധം പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് അവനൊന്നുകൂടി അവളിലേക്ക് അമർന്നു. അപ്പോൾ അവന്റെ കാതിൽ അവളുടെ കരച്ചിൽ ചീളുകൾക്ക് പകരം തുളഞ്ഞു കയറിയത് മദ്യസേവക്കിടിൽ അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ വാക്കുകളായിരുന്നു. എന്റെ അളിയ ഇവളുമാരുടെ പിന്നാലെ നമ്മളിങ്ങനെ നടന്ന ഒരു പട്ടിയുടെ വില പോലും ആരും നമുക്ക് തരില്ല. എന്തായാലും നിനക്ക് അവളെ ഇഷ്ട, വിവാഹം കഴിക്കാനും തയ്യാറാ. അപ്പൊ എല്ലാ അർത്ഥത്തിലും അവളെ അങ്ങ് സ്വന്തമാക്കണോ. ഏതൊരു പെണ്ണിന് അവളുടെ മാരം തന്നെ ആവരുത്. അതങ്ങ് പോയാ പിന്നെ നീ ഇപ്പൊ അവിടെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് നടക്കുന്നില്ലേ, അതുപോലെ അവള് നിന്റെ പിന്നാലെ നടക്കും. തന്റെ കൂട്ടുകാരന്റെ ആ വിഷം നീണ്ടിയ വാക്കുള്ള അട്ടഹാസവും അവന്റെ കാതിൽ എറിച്ചു നിന്നു. അതിന്റെ ഫലമായി ഒരുതരം വാശിയോടെ ഒരു വേട്ടനായെ പോലെ അവൻ അവളുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി. ആ സമയങ്ങളിലെല്ലാം കൈകളാൽ അവൾ തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അവന്റെ കൈ അവളുടെ ഇരുകവളിലും മാറി മാറി പതിഞ്ഞു. അവന്റെ പ്രയത്നത്തിന്റെ ഫലമായി അവളുടെ വായിൽ രക്തം കിനിഞ്ഞു. അവൾ നിസ്സഹായായി അലറിക്കൊണ്ടിരുന്നു. അവളുടെ ആ കരച്ചിൽ അസ്വസ്ഥ വളർത്തിയതും നിലത്തായി കിടന്ന് അവളുടെ ഷാൾ എടുത്ത് അവൻ അവളുടെ വായിലേക്ക് തിരികെ. ശേഷം അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അവൻ തന്റെ കൈകളാലും പല്ലുകളാലും വേദനിപ്പിച്ചു. അവന് നീചമായ പ്രവൃത്തിയിൽ ഒന്ന് അലറിക്കരയാൻ പോലും സാധിക്കാതെ അവൾ നിസ്സഹായായി കിടന്നു. ഒരു ദയയും കൂടാതെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയ നിമിഷം അവളുടെ കണ്ണുകൾ മേലേക്ക് മറഞ്ഞു അവൾ ബോധരഹിതയായി. എന്നാൽ മദ്യലഹരിയിലായിരുന്നവൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല. അവനിൽ അവളോടുള്ള വാശിയായിരുന്നു, എന്തിനെന്നോ ഏതിനെന്നോ അറിയാത്തൊരു തരം വാശി. നിമിഷങ്ങൾ കടന്നു പോകവേ അവളുടെ എതിർപ്പുകളോ തേങ്ങയും കരച്ചിലോ കേൾക്കാത്തതിനാൽ അവൻ മെല്ലെ മുഖമുയർത്തി അവളെ നോക്കി. ഒരു പ്രതികരണവുമില്ലാതെ അനക്കമറ്റി കിടക്കുന്നവളെ കണ്ടതും അത്ര നേരം അവന്റെ തലച്ചോറിനെ ഈ ശരീരത്തെ അടക്കി ഭരിച്ചിരുന്ന മദ്യത്തിന്റെ കെട്ടിറങ്ങി. ശിഖമോളെ മോളെ. നിമിഷ നേരം കൊണ്ട് അവന്റെ ഭാവം മാറി. അവളുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പരിഭ്രമത്തോടെ അവൻ അവളെ വിളിച്ചു. എന്നാൽ അവളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൻ വേഗം തന്നെ അവളിൽ നടന്നു മാറിക്കൊണ്ട് നിലത്തായി കിടന്ന് തന്റെ ഫോൺ കൈയെത്തിയെടുത്തു. ശേഷം കോണ്ടാക്ട്സ് എടുത്തു. നിഖിലെന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. അവനായും ധ്രുവിന് ശിഖയെ സ്വന്തമാക്കാൻ ഈ വഴി പറഞ്ഞു കൊടുത്ത കൂട്ടുകാരൻ. ഒപ്പം ശിഖയുടെ ഫോണിലേക്ക് വിളിച്ച് അവളുടെ അച്ഛൻ മാധവൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞത് ഇവനാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ധ്രുവ അവനെ തന്നെ വിളിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിലുമലേക്ക് ഒരുക്കി നിന്റെ കഴുത്തിൽ വീഴും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, അവളോട് കിടക്കട്ടെ, നീ വേഗം വരാൻ നോക്ക്. ധ്രുവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം അത്രയും പറഞ്ഞ് അവന്റെ മറുപടിക്കായി പോലും കാത്തു നിൽക്കാതെ നിഖിൽ കോൾ ഡിസ്കണക്ട് ചെയ്തു. അല്പനേരം ചലനമേതുമില്ലാതെ കിടക്കുന്ന ശിഖയുടെ മുഖത്തേക്ക് നിർമ്മിഴികളോടെ നോക്കിയിരുന്ന ശേഷം നിഖിൽ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ധ്രുവ് വേഗം തന്നെ നിലത്തായി ചിന്നിച്ചിരിക്കണം തന്റെ വസ്ത്രങ്ങൾ ധരിച്ച ശേഷം ആ മുറി വിട്ടിറങ്ങാൻ തുനിഞ്ഞു. എന്നാൽ പൂർണ്ണ നഗ്നയായി ബോധരഹിതയായി സോഫയിൽ കിടക്കുന്ന ശിഖയെ കണ്ടതും അവന്റെ നെഞ്ചു വിങ്ങി. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അവനൊരുവിധ അവളെ വസ്ത്രം ധരിപ്പിച്ച ശേഷം അവളെ കൈകൾ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വന്ന മാധവൻ അച്ഛൻ കാണുന്നത് വരാന്തയിൽ അർത്ഥനഗ്നയായി ബോധം നശിച്ചു കിടക്കുന്ന സ്വന്തം മകളെയാണ്. ശിഖേ. കാർത്തികിന്റെ ശബ്ദം കേട്ടത് അവൾ ഞെട്ടിലോടെ ഓർമ്മയിൽ തിരിച്ചു വന്നു. വാ, സമയായി. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞതും അവളുടെ കണ്ണുകളിലെ കറുത്ത ഗോളങ്ങൾ വെപ്രാളത്തോടെ ചുറ്റും അലഞ്ഞു നടന്നു. ഒടുവിൽ തേടിയതെന്തോ കണ്ടെത്തിയ പോലെ അവളുടെ കണ്ണുകൾ വിടന്നു. മാധവന്റെ തിരുനടയിലേക്ക് നോക്കി നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ കൈകൾ കൂപ്പി നിൽക്കുന്ന മാധവൻ അച്ഛനെ കാണെ അവളുടെ കൺകോണിൽ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. ശിഖ, ഇറങ്ങാം. അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ധ്രുവ് ചോദിച്ചു. അവന്റെ ആ ചോദ്യം കേൾക്കെ അവൾ പ്രതീക്ഷയോടെ മാധവനെ തന്നെ കണ്ണിമിച്ചുമാകെ നോക്കി നിന്നു. അവൾ കല്യാണത്തിന് സമ്മതം അറിയിച്ച നാളെ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ മാധവൻ അച്ഛൻ അവളോട് സംസാരിക്കാൻ പോയിട്ട് ഒന്ന് നോക്കുകൂടി ചെയ്തിട്ടില്ല. അവളുടെ നിഴലായി എപ്പോഴും കൂടെ നടന്നിരുന്ന കീർത്തി അങ്ങനെ തന്നെ. അവൾ ഈ വിവാഹത്തിന് പോലും പങ്കെടുക്കാൻ എത്തിയിട്ടില്ല.
എന്നാൽ അവരിരുവരുടെയും കുറവ് കാർത്തിക് എന്ന കീർത്തിയുടെ ചേട്ടനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾക്ക് നികത്തി കൊടുത്തത്. അച്ഛൻ തന്നെയൊന്നും നോക്കിയില്ലെന്ന് മനസ്സിലായതും ശിഖ ഒന്നും പറയാതെ തലകുമ്പിട്ടു. അത് കാണി ധ്രുവ് നിറച്ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് നടന്നു. താങ്കളുടെ മുഖത്ത് നോക്കി പറയാൻ പ്രയാസമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. റേപ്പാണ്. ഡോക്ടറുടെ ആ വാക്കുകൾ മാധവിന് ഭാവഭേദങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചില്ല. കാരണം അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കുതിക്കുമ്പോഴേ അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായിരുന്നു. ഇപ്പോഴും അവിടെ മുറിവിൽ നിന്നിറ്റ് വീണ രക്തത്തുള്ളികൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിനും കയ്യിലുമെല്ലാമായി കട്ട പിടിച്ച് കിടപ്പുണ്ട്. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞെട്ടൽ വെളിവായി. കാരണം ആ നിമിഷം സ്വന്തം മകളെ നാട്ടുകാരും മാധ്യമങ്ങളും പച്ചക്ക് കീറിമുറിക്കുന്ന രംഗമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞത്. 2 ദിവസം കഴിഞ്ഞാണ് ശിഖക്ക് ബോധം തെളിഞ്ഞ്. അപ്പോഴുള്ള അവളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. എല്ലാത്തിനോടും എല്ലാവരോടും ഭയം മാത്രം. ഇടയ്ക്കിടയ്ക്ക് അവിടെ ആ പൊട്ടി വരേണ്ട ചുണ്ടുകൾ ധ്രുവേട്ട ഒന്നും ചെയ്യില്ലേ എന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഫയൽ ചെയ്തതിനാൽ അന്വേഷണം നടന്നുകൊണ്ടിരുന്നു. അവളിൽ നിന്ന് തന്നെ മന്ത്രിയുടെ മകൻ ധ്രുവദത്തനാണ് പ്രതിയെന്ന് പോലീസ് മനസ്സിലാക്കി. തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം അവരവനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ വിധേയമാക്കി. കോടതിയിൽ അവൾക്കായി വാദിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായി. എന്നാൽ ഒരു പെണ്ണിന്റെ മാനത്തേക്കാൾ അവളുടെ അച്ഛനമ്മമാരുടെ നെഞ്ചുപിടഞ്ഞുള്ള യാചനയേക്കാൾ കോടതിക്ക് പ്രധാന തെളിവുകളായിരുന്നു. അതിനു മുകളിൽ അന്നവർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. സമൂഹത്തിൽ ഒരു മന്ത്രിയുടെ മകനുള്ള പിടിപാട്, പ്രിവിലേജ് അതെന്താണെന്ന്. ഒടുവിൽ അവളെന്ന പെണ്ണിനെ അവഹേളിച്ചുകൊണ്ട് കോടതി വിധി വന്നു. ധ്രുവദത്തൻ നിരപരാധിയാണെന്ന്. ആ നിമിഷം അവളുടെ മനസ്സിൽ തെളിഞ്ഞത് ആശുപത്രി കിടക്കിൽ കിടന്ന് വേദനയാൽ അലറിക്കരഞ്ഞ അവളുടെ തന്നെ മുഖമായിരുന്നു. മരുന്നിന്റെ മയക്കം വിട്ടുണരുമ്പോൾ അവൾ അലറിക്കരഞ്ഞുകൊണ്ട് നഴ്സിനോട് അപേക്ഷിച്ചിട്ടുണ്ട്, എന്നെയൊന്ന് കൊന്നു തരുമോ എന്ന്. വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അതിനേക്കാളേറെ അവളെ വേദനിപ്പിച്ച സമൂഹമായിരുന്നു. ജസ്റ്റിസ് ഫോർ അഗ്നിശിഖ എന്ന ഹാഷ്ടാഗിട്ട് ആഘോഷിച്ചവരെല്ലാം അവളെ ഒരു വേശ്യയേക്കാൾ തരം താഴ്ത്തുന്ന രീതിയിൽ വർണ്ണിച്ചുകൊണ്ട് പുതിയ പോസ്റ്റുകളിട്ട് ആഘോഷിച്ച് തുടങ്ങിയപ്പോൾ മോളെ, ധ്രുവിന്റെ അമ്മ ചിത്രയുടെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അവൾ തന്നെ നിർജീവമായ മിഴികൾ ഉയർത്തി അവരെ നോക്കി. അവൾക്ക് അഭിമുഖമായ ഒരു നിലവിളക്ക് പിടിച്ചുകൊണ്ട് നിറച്ചിരിയോടെ നിൽക്കുകയാണ് അവർ. ധ്രുവിന്റെ വീടെത്തിയതോ കാറിൽ നിന്നിറങ്ങിയതോ അവന്റെ കൈ പിടിച്ചുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് കയറിയതോ ഒന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല. വാ മോളെ, ചിരിയോടെ അവർ അവളുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. മന്ത്രിയുടെ മോനാണെങ്കിൽ എന്താ, നല്ലവൻ ആ പയ്യൻ. ഇല്ലെങ്കിൽ അറിയാതൊരു അബദ്ധം പറ്റി നീ കൊച്ചിനെ തന്നെ കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു അവന്. ഓ, എന്താ അബദ്ധം പറ്റിയെന്നാ നീ പറയുന്നത്? ആ കൊച്ചൻ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ടേ ഇത് ഇവിടെ തന്നെ വഴങ്ങിക്കൊടുത്താവും. ആ ശരിയാ, കുറച്ച് പേര് ദോഷം കേൾപ്പിച്ചാലെന്താ, ഇവിടുത്തെ രാജ്ഞായിനി അങ്ങോട്ട് വാഴാം. നിലവിളക്കുമായി പൂജാമുറിയിലേക്ക് നടക്കുമ്പോൾ ആരുടെയൊക്കെയോ അടക്കി പിടിച്ച് സംസാരം അവൾ കേട്ടു. എന്നാൽ അതൊന്നും താൻ കേട്ടതായി അവൾ ഭാവിച്ചില്ല. മോളെ, പോയി കുളിച്ചിട്ട് വായേട്ടോ. 6 മണിക്ക് മുമ്പ് മോള് വീട്ടിൽ കയറണമെന്നാ ജോത്സ്യം പറഞ്ഞത്. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ശിഖയുടെ നിറകിൽ തലോടിക്കൊണ്ട് ചിത്ര പുൻസിരിയോടെ പറഞ്ഞു. ആ നിമിഷം ചിത്രയെ ആദ്യമായി കണ്ട ദിവസമായിരുന്നു അവളുടെ മനസ്സിൽ തെളിഞ്ഞത്. തലയിലായി ആരോ തലോടും പോലെ അനുഭവപ്പെട്ടപ്പോഴാണ് ശിഖ തന്റെ കണ്ണുകൾ മേലെ ചിമ്മി തുറന്ന് ശിഖ മോളെ കണ്ണീരോടെ ധ്രുവ് വിളിച്ചതും നിർവികാരയായി അവൻ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ കട്ടിൽ എഴുന്നേറ്റിരുന്നു. മോളെ, ഞാൻ അറിയാതെ ഇഷ്ടമാണ് എനിക്ക് തന്നെ, എന്റെ പ്രാണന. അവളുടെ വറങ്കൈ തന്നെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണീരോട് അവൻ പറയുമ്പോഴും അവൾ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. മോളെ, ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അവൾ അങ്ങോട്ടേക്ക് തന്നെ മിഴികൾ പായിച്ചു. മോളെ, ഞാൻ ചിത്ര, ധ്രുവിന്റെ അമ്മയാ. അവളുടെ അടുത്തായി ചെന്നിരുന്ന് അവളുടെ മുടികൾ കൂടി മെല്ലെ വിരലോടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അപ്പോഴേക്കും ധ്രുവ ആ മുറി വിട്ട് ഇറങ്ങിയിരുന്നു. മോളെ, അവൻ ചെയ്ത തെറ്റ്, അതിലവന് കുറ്റബോധമുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് അമ്മ വന്നിരിക്കുന്നു. മോളെ എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ പാതിയാക്കുക. ഇത് മോളുടെ നല്ലതിന് വേണ്ടി കൂടി അമ്മ പറയുന്നു. എത്ര നാളെന്ന് വെച്ചാൽ മോളെ അപമാനം പേറി നടക്കുക. ഒന്നില്ലെങ്കിലും മോളൊരു പെണ്ണല്ലേ, വെറും ഒരു പെണ്ണ്. അവരുടെ അവസാന വാചകത്തിൽ പരിഹാസമാണോ അതോ സഹതാപമാണോ നേടിച്ചെന്ന് വേർതിരിച്ചറിയാൻ ശിഖയ്ക്ക് സാധിച്ചില്ല. അവരുടെ നാട്ടിലെ ചടങ്ങുകൾ പ്രകാരം കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം വധൂഗ്രഹത്തിലാണ് വധൂവരന്മാർ താമസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശിഖയുടെ വീട്ടിലാണ് ഇപ്പോൾ ധ്രുവ അവളും. അവർ വന്നിട്ട് മണിക്കൂറുകൾ കടന്നുപോയിട്ടും അത്താഴം കഴിക്കാൻ പോലും മാധവനച്ഛൻ അദ്ദേഹത്തിന്റെ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല. കിടക്കാനായി തന്റെ മുറിയിലേക്ക് നടക്കാൻ തിരിഞ്ഞപ്പോഴാണ് വാതിൽ പടിയിലായി തന്നെ നിറമിഴികളോടെ നോക്കി നിൽക്കുന്ന അച്ഛനെ ശിഖ കാണുന്നു. ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ആൾ സ്വന്തം മുറിയിലേക്ക് നടന്നു. പക്ഷേ അവളുടെ മനസ്സിലെ നെരിപ്പോടിനെ ആ മനുഷ്യന്റെ കണ്ണീര് ആളി കത്തിച്ചു. ആ വേട്ടനായ കുടഞ്ഞെറിഞ്ഞതിന്റെ ഫലമായി വേദന അനുഭവിച്ച അനേക രാവുകളും പകലുകളും അവളുടെ മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു വന്നു. ഒന്ന് നിവർന്നിരിക്കാനോ കിടക്കാനോ സാധിക്കാതെ പുഴുവിനെ പോലെ കട്ടിൽ തന്നെ ചുരുണ്ടുകൂടിയ ദിവസങ്ങൾ, പ്രഭാതകർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെ അലറിക്കരഞ്ഞ നിമിഷങ്ങൾ, നാഭിച്ചുഴികൾ മുതൽ തുടകൾ വരെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നീണ്ടു നിന്ന ചുട്ടുനീറലുകളും വേദനകളും.
അടിവയറും മാറും നീറി പുകയുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ തൻ്റെ ഒപ്പം ഇരുന്ന് കരഞ്ഞ തൻ്റെ അച്ഛൻ്റെ മുഖം. കയ്യിലും നെഞ്ചിലുമായി ആ നായയുടെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ മുറിവുകളിൽ അച്ഛൻ മരുന്ന് പുരട്ടുമ്പോൾ ആ വേദനയേക്കാൾ മനസ്സിനെ ചുട്ടുപൊള്ളിച്ച അച്ഛൻ്റെ ഉപ്പുരസം കലർന്ന കണ്ണുനീർ തുള്ളികൾ. പിറ്റേന്ന് രാവിലെ ശിഖയുടെ വീട്ടുമുറ്റത്തായി ഒരു ആംബുലൻസും പോലീസ് ജീപ്പും വന്നു നിന്നു. പാറിപ്പറന്ന മുടിയിഴകളും ചുവന്ന് കലങ്ങിയ കണ്ണുകളും കീറിപ്പറഞ്ഞ വസ്ത്രവും കയ്യിൽ വിലങ്ങുമണിഞ്ഞുകൊണ്ട് ശിഖ പോലീസ് ജീപ്പിലേക്ക് കയറിയിരുന്നു. ആ നിമിഷം തൊട്ടപ്പുറത്തായി ആംബുലൻസിൽ ധ്രുവിന്റെ ചേതനയേറ്റ ശരീരം കയറ്റുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതും വർഷങ്ങൾക്ക് ശേഷം അവളുടെ ചുണ്ടുകൾ അത്രമേൽ മനോഹരമായി വിടർന്നു. എന്ത് പറയാനാ, ഇന്നലെ രാത്രി ആ കൊച്ചിന് ഭ്രാന്തൂടി ആ പയ്യനെ വെട്ടിക്കൊന്നു. എന്താ നല്ലൊരു പയ്യനായിരുന്നു. പോലീസ് ജീപ്പ് നീങ്ങി തുടങ്ങിയപ്പോൾ അവിടെ കൂടുന്നവരുടെ മുറുമുറുപ്പ് കേട്ട് ഷികയിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വിജയിച്ചവളുടെ പുഞ്ചിരി. അതേ പുഞ്ചിരിയോടുകൂടി അവൾ തന്റെ കണ്ണുകൾ മെല്ലെ ചിമ്മി അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. സെല്ലിലായി ആരോ തട്ടിയപ്പോഴാണ് അവൾ ഓർമ്മകളിൽ നിന്നെല്ലാം തിരിച്ചു വന്ന്. അവൾ മിഴികൾ ഉയർത്തി നോക്കും മുമ്പ് അവൾക്കായുള്ള ഭക്ഷണം നിലത്തായി വെച്ച ശേഷം അയാൾ നടന്നുപോയിരുന്നു. സെല്ലിലേക്ക് തലമുട്ടിച്ചിരുന്നുകൊണ്ട് അവൾ തന്റെ കാലുകളിലേക്ക് നോക്കി. ശേഷം ഒരു പുഞ്ചിരിയോടെ കാലിലെ ചെങ്ങലകൾ കിലുക്കി. ഭ്രാന്തി. ഇന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ ഞാനൊരു കൊലപാതകയല്ല, പകരം ഒരു ഭ്രാന്തിയാണ്. ആ ചെന്നായി കൊന്ന് സ്വയം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാനായിരുന്നു തീരുമാനം. പിന്നീട് ചിന്തിച്ചപ്പോൾ ആ തീരുമാനം തെറ്റാണെന്ന് എനിക്ക് തന്നെ തോന്നി. അവനെ പോലൊരു പുഴുത്ത നായെ കൊന്നെന്ന് പറഞ്ഞ് ഞാൻ എന്തിനാണ് ജയിലിൽ പോകുന്നത്? അവൻ തന്നെ ചാർത്തി തന്നൊരു പട്ടമില്ല എനിക്ക്, ഭ്രാന്തി. ആ പട്ടം ഉപയോഗിച്ച് തന്നെ അവനെ വകവരുത്താൻ ഞാൻ തീരുമാനിച്ചു. കാർത്തിക് ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നോടൊപ്പം നിന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 4 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. കാർത്തികേട്ടൻ സൈക്കാട്രിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആശ്രമമാണിത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സന്തോഷവതിയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ അറിയാം, എൻ്റെ ജീവിതം അറിയാം. ഇനി കുറച്ച് നാളുകൾ കൂടിയുള്ള ഈ വേഷം കെട്ടൽ, അത് കഴിഞ്ഞാൽ പുതിയൊരു ശിഖ അല്ല, അഗ്നിശിഖയായി മാറണം. മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അവൾ ആ ചങ്ങല വലിച്ചു. അതിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദത്തോടൊപ്പം അവളുടെ പൊട്ടിച്ചിരിയും അവിടെ ആകെ മുഴങ്ങി കേട്ടു.